ഫസ്മിന ജാക്കിർ കണ്ടിന്യൂസ്ലി അവർ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ റിലേഷൻഷിപ്പിൽ വന്ന കുറേ അധികം കോംപ്ലിക്കേഷൻസ്, അവർ അനുഭവിച്ച ചതി, ഇതൊക്കെയാണ് അവർ കോണ്ടന്റ് ആയിട്ട് ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഞാൻ നോക്കുമ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഡ്രാമ എക്സ്പോസിങ് ലല്ലു മിസ്രി എന്ന് പറഞ്ഞിട്ട്. ലല്ലു എന്ന് പറഞ്ഞ അവരുടെ ഹസ്ബൻഡിൻ്റെ ഒരു റിലേഷൻഷിപ്പ്, മിസ്രി എന്ന് പറഞ്ഞ ലേഡിയുള്ള റിലേഷൻഷിപ്പ് ഫസ്മീന പൊക്കിയത് മുതലുള്ള വീഡിയോസും, പിന്നെ ഈ ചീറ്റിങ് എങ്ങനെ വന്നു, എന്തൊക്കെയാണ് റിലേഷൻഷിപ്പിൽ അനുഭവിച്ചത്, ഒരു റിലേഷൻഷിപ്പിൽ ഇത്രത്തോളം അനുഭവിക്കേണ്ടി വന്നാൽ എങ്ങനെ നമുക്ക് സർവൈവ് ചെയ്ത് മുന്നോട്ട് പോരാന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വീഡിയോസാണ് അവരിപ്പോൾ റീസെൻ്റ്ലി ചെയ്തത്. ഇപ്പോൾ ചെയ്ത വീഡിയോ പാർട്ട് 1 ആണ്, ഇനി പാർട്ട് 2 വരാനുണ്ട്. ഞാൻ ഈ ഫസ്മിന ലല്ലു വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ ലല്ലൂബിയായിട്ട് സംസാരിച്ച ഒരാളാണ്. വേണമെങ്കിൽ ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ അവൻ പറഞ്ഞ കാര്യങ്ങളും അല്ലെങ്കിൽ ഞങ്ങൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് പുറത്തേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടി വരും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ചെക്കൻ, ഈ ലല്ലു എന്ന് പറഞ്ഞ ഷിബിലി എന്ന് പറഞ്ഞുള്ള ചെക്കൻ, ഇത് ഫസിയൻ എന്നോട് പറഞ്ഞുള്ളൊരു കാര്യമാണ്, ഇവൻ ഒരുതരം ജീവൻ അവസാനിപ്പിക്കുന്ന പരിപാടി ട്രൈ ചെയ്തു എന്നും അതൊരു നാടകമായിട്ടാണ് അവൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു എന്നും അവൻ്റെ വീട്ടിൽ തിരിച്ചു കയറാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയായിട്ട് അവൻ ഒപ്പിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഫസ്മീനൻ്റെ വീഡിയോ ആയിട്ട് ചെയ്യുമായിരിക്കും. അതിനു മുമ്പ് ഈ ലല്ലു മിസ്രി ഡ്രാമ എക്സ്പോസ്ഡ് എന്നുള്ള കാര്യത്തിൽ ഈ മിസ്രി എന്ന് പറഞ്ഞിട്ടുള്ള ലേഡി, ആ ലേഡിയോട് ഈ ലല്ലു അവർ റിലേഷനിലാവുമ്പോൾ, അതായത് ഓൾറെഡി ഫസ്മീനയെ കല്യാണം കഴിച്ച് ഹസ്ബൻഡായിട്ടിരിക്കുന്ന ലല്ലു മിസ്രിയോട് ഫസ്മീനയുടെ ആയിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ പോവാണ്, മൊഴി ചൊല്ലാൻ പോവാണ്, അല്ലെങ്കിൽ മൊഴി ചൊല്ലി എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും, പിന്നെ ഫണ്ടും ഗോൾഡും പൈസയായിട്ടൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ആ ലേഡിയിൽ നിന്ന് വാങ്ങിയ, അങ്ങനെ ചീറ്റ് ചെയ്ത കുറച്ച് സംഗതികളൊക്കെ ആയിട്ടുള്ള സംഗതികൾ പറയുമ്പോൾ എന്നോട് ഈ ലല്ലു എന്തൊക്കെ പറഞ്ഞു എന്നുള്ളതും കൂടി ഞാൻ നിങ്ങളെ അറിയിക്കണ്ടേ. അപ്പോൾ ഞാൻ എന്താണെങ്കിലും ഈ വീഡിയോനകത്ത് ഞാനും ലല്ലുവും കൂടി സംസാരിച്ച കോൾ റെക്കോർഡ് ഞാൻ വെക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ബൈ ദ വേ ഈ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ വെക്കുന്നുണ്ട്. ഇതിനകത്ത് ഓൾറെഡി ഈ ലല്ലു ആണ് എനിക്ക് മെസ്സേജ് അയച്ചത് October 17th. ഓക്കെ, എമർജൻസി എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മേ ബി എനിക്ക് തോന്നുന്നത് എൻ്റെ കാസറ്റ് ഹക്കീമിനോടും എന്നോടൊക്കെ വന്നിട്ട് ഫസ്മീന ഇങ്ങനത്തെ കാര്യങ്ങൾ, അവരുടെ ഈ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത് അറിയുന്നത് കൊണ്ടായിരിക്കണം ഈ പയ്യൻ എൻ്റെ അടുത്ത് കൂടി ഒന്ന് കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞത്. പക്ഷേ ഞാൻ അന്ന് തന്നെ വിളിച്ചിട്ടില്ല, നെക്സ്റ്റ് ഡേ ആണ് ഞാൻ അവനോട് സംസാരിച്ച്. അത് നമുക്ക് ഫസ്മീനോട്ട വീഡിയോൻ്റെ കുറച്ച് ഭാഗങ്ങളിലേക്ക് പോയി നോക്കാം. നിനക്ക് നിൻ്റെ കാര്യങ്ങൾ നടന്നു പോകാനും നിനക്ക് പൈസ കിട്ടാനും നിനക്ക് ഗോൾഡ് കിട്ടാനും ഇത്രയും കാര്യങ്ങളല്ലാണ്ട് നീ ഒരിക്കലും ഒരു ഗേളിനെ നിനക്ക് സീരിയസ് ആയിട്ട് നോക്കാനോ അല്ലെങ്കിൽ ഇഷ്ടം എന്നുള്ളൊരു വികാരം നിനക്ക് അവരോട് തോന്നുന്നതോ ഞാൻ ഇതുവരെ നിന്നെപ്പറ്റി കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. നിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി ആൻഡ് എന്നോട് ചെയ്തതും ഇപ്പം നീ ചെയ്തുകൊണ്ടിരിക്കുന്നതും അനുസരിച്ച് നിനക്ക് ആൾക്കാരെ പറ്റിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. എൻ്റെ പൊന്നു, എനിക്ക് നീ തന്ന ട്രോമ എൻ്റെ തലേന്ന് ഇപ്പോഴും എനിക്കത് പോകത്തില്ല. ഞാൻ ഓൾറെഡി നിന്നോട് പറഞ്ഞ കാര്യമാണ്, ഞാൻ ആർക്ക് ക്ഷമിച്ചു കൊടുത്താലും നിന്നെപ്പോലെ ഒരു വ്യക്തിക്ക് ഞാൻ ജീവിതത്തിൽ ക്ഷമിച്ചു തരത്തില്ല. അതിന് ഒരു കാര്യമുണ്ട്, ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫസ്മിന എന്താണ് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള തെളിവുകളും കാര്യങ്ങളും, അല്ലെങ്കിൽ ഈ ലല്ലു എന്ന് പറഞ്ഞ വ്യക്തിയെ എക്സ്പോസ് ചെയ്യാൻ മാത്രം കപ്പാസിറ്റി ഉള്ള ഓഡിയോസും, ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഫസ്മിന ഇതിനകത്ത് സംസാരിക്കുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. ഓക്കെ, ഇപ്പം ഞാനാണെങ്കിലും ഫസ്മീനോട് ഇവനോട് ഞാൻ സംസാരിച്ചു, ഈ ലല്ലുവിനോട് ഞാൻ സംസാരിച്ചു, അല്ലെങ്കിൽ ഇവൻ്റെ കാര്യങ്ങളും റിലേഷൻഷിപ്പിൻ്റെ വിഷയങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്തും ഫസ്മീനയ്ക്ക് ഭയങ്കര ക്ലാരിറ്റി കൂടുതലുണ്ട്. ഏതിനറിയോ, ഇവൻ ആരെയൊക്കെ എന്തൊക്കെ ചെയ്തു, ഇവൻ്റെ റിലേഷൻഷിപ്പിൽ ഇവൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്, ഇവൻ്റെ കയ്യിൽ നിന്ന് ആരൊക്കെ സഫറായി എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഭയങ്കര സോളിഡ് എവിഡൻസും വോയിസ് റെക്കോർഡുകളും സ്ക്രീൻഷോട്ടുകളും ആയിട്ട് ഇവരുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഒന്നും തന്നെ ആലോചിക്കും, ഈ മിസ്രി എന്ന് പറഞ്ഞിട്ടുള്ള ലേഡി ആയിട്ടുള്ള ഇവൻ്റെ റിലേഷൻഷിപ്പിൻ്റെ മുകളിലാണ് ആദ്യം ഫസ്മിനെ വീഡിയോ ഇടുന്നത്. അപ്പോൾ ആ വീഡിയോനകത്ത് തന്നെ നമ്മൾ കേട്ടതാണ് ഈ മിസ്രി എല്ലാ കാര്യങ്ങളും ഡിനൈ ചെയ്യുന്നു, ഇവർ നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ പരിപാടികളും സംഗതികളൊക്കെ. പക്ഷേ ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഇപ്പോൾ ആ മിസ്രി എന്ന് പറഞ്ഞ ലേഡി വന്നിരുന്നിട്ട് കൺഫസ് ചെയ്യുകയാണ്, ഇവൻ എന്തൊക്കെ ചെയ്തു, ഈ ലല്ലു എന്തൊക്കെ ചെയ്തു, അവരെ എങ്ങനെയൊക്കെ ചൂഷണം ചെയ്തു, ഫസ്മീനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടാണ് അവർ രണ്ടുപേരെയും തമ്മിൽ അകറ്റിയത്. ഈ മിസ്രി തന്നെ പറയുന്നുണ്ട് ഗോൾഡ് അടക്കം പൈസ അടക്കം പല കാര്യങ്ങളും മേടിച്ചിട്ടുണ്ട്. ഫസ്മിനെയും പറയുന്നുണ്ട് കുറേ പൈസയും സാധനങ്ങളുമായിട്ട് ഇവർ വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്, ഇനിയും ഒരുപാട് കുട്ടികളുണ്ട്, പൈസയും സ്വർണവും അല്ലെങ്കിൽ അതിൻ്റെ പുറമേയും പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ അവർ പറയുന്നുണ്ട്. ഓക്കെ, അടുത്തത് കേട്ടോക്കാം. എനിക്ക് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, അവൻ ഈ പറയുന്ന നാടകത്തിന് ഞാൻ കൂട്ടുനിന്നതിന് സോറി. ഈ സമൂഹത്തിന്റെ മുമ്പിൽ എന്നെ ഇത്രയും നാട്ടിച്ചിട്ട് എന്നെ ഒരു ഗ്രൂപ്പിൽ പെടുത്തിട്ട് അവൻ എന്നെ ചതിച്ചിട്ട് നിക്കണവനാണ്. എടി, അവൻ എന്നെ ഈ നാടകത്തിലോട്ട് വലിച്ച് ഇതാക്കിയതാണ്.
ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കട്ടെ. അതായത് ഇവൻ എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടാവൂല്ലോ എന്തായാലും? പിന്നെ ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവൻ എന്നെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് എല്ലാം പറയണമെന്നില്ല, എന്നാലും എന്നെ പറ്റി പറഞ്ഞ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താന്ന് പറയാൻ പറ്റുമോ? മെയിനായിട്ട് പറഞ്ഞ നീ ഒരു ടോക്സിക് പേഴ്സൺ ആണ്, പിന്നെ അതേപോലെ സംശയ രോഗിയാണ്. നിന്നെ എങ്ങനെ സംശയിക്കാണ്ടിരിക്കൂടാ? ഇപ്പുറത്ത് ഞാൻ ഇരിക്കുമ്പം അപ്പുറത്തെ റൂമിൽ പോയിരുന്ന് ചാറ്റ് ചെയ്യുന്ന നിന്നെ ഞാൻ എങ്ങനെ സംശയിക്കാണ്ടിരിക്കും? പിന്നെ അവൻ ചെയ്യുന്ന ചാറ്റ് എല്ലാം നിന്നെ തലേന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നീ ഫുഡ് കൊടുക്കത്തില്ല, നീ ഒരു ജോലി ചെയ്യത്തില്ല, അവനാണ് എല്ലാ കാര്യങ്ങളും ക്ലീനിങ് അടക്കം അവനാണ് ചെയ്യുന്നതെന്നും, അതേപോലെ എന്നൊന്ന് വാപ്പ ഉമ്മ, നിന്റെ വാപ്പ ഉമ്മ എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ മടക്കം വന്നു കഴിഞ്ഞാൽ അവന്റെ അടുത്ത് ഓടിച്ചെന്ന് പറയുന്നു നിനക്കൊരു ബിസിനസ് തുടങ്ങി തരാം, നീ നിക്കണം എന്നും പറഞ്ഞ അവനെ അത്രയും ഇതായിട്ട് നിർത്തുമെന്നും. പിന്നെ അതേപോലെ നിന്റെ കാറ് തന്നെ അവന്റെ പകുതി ഫണ്ടുണ്ടെന്നും. അതായത് എന്റെ വാപ്പ വാങ്ങിച്ച കാറ് കിയയുടെ അവന്റെ പകുതി ഫണ്ടാണെന്നും അത് നീ വിട്ടുകൊടുക്കുന്നതാണെന്നും നീ എടുത്തുന്നും അവൻ പറഞ്ഞു. നിനക്ക് ഫുഡ് തന്നില്ല എന്ന്? നിനക്ക് എന്ത് ഫുഡ് തന്നില്ല? നിനക്ക് അവിടെ ഇരിക്കുമ്പം 24 മണിക്കൂറും ഫോണിൽ കളിക്കുന്ന നിനക്ക് ഞാൻ ഇവിടെ അടുക്കളയിൽ ഇരുന്ന് നിനക്ക് ഫുഡ് വാരി തന്നുകൊണ്ടിരുന്ന ആളാണ്. അതായത് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഞാനാണ് നിനക്ക് ഫുഡ് വാരി തന്നുകൊണ്ടിരുന്നത്. നിന്റെ വീട്ടിലാണെങ്കിൽ പോലും ഞാനാണ് നിനക്ക് ഫുഡ് വാരി തന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് നീ പറയുകയാണ് നിനക്ക് ഫുഡ് തന്നിട്ടില്ല എന്ന്. ഞാൻ ആലോചിക്കാം നിന്റെ ഒരു മനസ്സിൻ്റെ ഒരു ഇത്, നിനക്ക് ഇങ്ങനെ ഒരാളെ പറ്റി ഓപ്പണായിട്ട് ഒരാളോട് പറയാൻ പറ്റുന്നുണ്ടല്ലോ. അതായത് ഇത്രയും നേരെ ഓപ്പോസിറ്റ് നടന്ന കാര്യം ഇത്രയും കറങ്ങി തിരിച്ചിട്ട് നിനക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ടല്ലോ. നിന്റെ കഴിവ് സമ്മതിച്ചു. ആക്ച്വലി ഈ ലല്ലു എന്ന് പറഞ്ഞ വ്യക്തി എന്നോട് പറഞ്ഞതും സിമിലർ കൈൻഡ് ഓഫ് കാര്യങ്ങളാണ്. അതായത് ഫസ്മിനയിൽ നിന്ന് അവൻ അനുഭവിച്ച കുറേ പ്രശ്നങ്ങൾ, ഫസ്മിനെ കാണിച്ചു കൂട്ടിയ കുറേ ടോക്സിക് ഫേസുകൾ, ഫസ്മിനയുടെ വീട്ടിൽ പോയ സമയത്ത് ഇവൻ അനുഭവിച്ച കുറേ പ്രശ്നങ്ങൾ, ഇവരൊപ്പം ജീവിച്ച സമയത്ത് വേറെ റിലേഷൻ ഫസ്മിനയ്ക്ക് ഉണ്ടായതിനെ കുറിച്ചിട്ട്. ഈ കാറിൻ്റെ കേസ് എന്നോട് വൈദവേ പറഞ്ഞിട്ടില്ല, ബട്ട് അല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും, അതായത് ഇവൻ വേറൊരാൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഒരു ലേഡിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഫസ്മിന അവൻ്റെ ജീവിതത്തിൽ ഒരു സ്വൈരവും കൊടുക്കാത്തത് കൊണ്ട് അവൻ സ്ട്രെസ്ഡ് ആയതുകൊണ്ട് അവൻ ചെയ്തു പോകുന്നു എന്നുള്ള കാര്യങ്ങൾ. വീഡിയോ എടുത്തില്ല, യൂട്യൂബ് വീഡിയോ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അവൻ ഒരിക്കലും പിന്നെ വീട്ടിനകത്ത് നിൽക്കാൻ പറ്റില്ല, ഫുഡ് കൊടുക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ലേറ്റർ ഓൺ ഇപ്പോൾ ഓഡിയോ ആയിട്ട് തന്നെ വെക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഇവൻ എന്നോട് ഫസ്മിനയും ഇവനും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ മുതലുള്ള റിലേഷനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ബന്ധത്തിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നും, ഇവരുടെ നിക്കാഹിന്റെ ടൈമിലാണെങ്കിൽ പോലും ഇവനെ ഈ ബന്ധം ഒഴിവാവണം എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ നിന്നെന്നുള്ളതൊക്കെയാണ് ഇവൻ പറയുന്നത്. പ്രശ്നമല്ല, പക്ഷെ ഇത് ഇത്ര കാറ്റിലേക്ക് ഞാന് പറഞ്ഞു വെച്ചിട്ട് ഈ നിക്കാഹിലോട്ട് ഒന്നാമത് എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല. ഞാൻ ഓരോ വീഡിയോയിലും പറയുന്നത് ഞാൻ താല്പര്യം ഇല്ലാതെയാണ് കല്യാണം. അതായത് ഞാൻ ഫസ്റ്റ് ഒരു ടൈം പാസ് രൂപത്തിൽ നോക്കിയിരുന്നത്. അതായത് ഫസീൻ തൊപ്പിയും തെറ്റിയ സമയത്താണ് നിങ്ങൾ റിലേഷൻ തുടങ്ങിയത്? ഫസീൻ തൊപ്പിയും തെറ്റിയ ടൈമിൽ ഇവള് ഒരുപാട് മറ്റേ ജോയിന്റ് ഒക്കെ വലിച്ചാണ് നടക്കുന്ന ടൈമായിരുന്നു ഇവള്. ഞാൻ 5 വർഷത്തിന് ശേഷം അന്ന് നാട്ടിലോട്ട് വരികയാണ്. എനിക്കപ്പൊ ഈ വിഷയം കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ യുഎയിലായിരുന്നു, ഞാൻ 5 വർഷത്തിന് ശേഷം നാട്ടിലോട്ട് വരുന്നത്. എനിക്ക് വിഷയം കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ ഇവിടെ ഇട്ട് എന്താ പറയാ, ഇവളെ ക്യൂൻസിന്ന് കണ്ട്, ഇവളെ ക്യൂൻസിന്ന് ഓളാണ് എന്റെ ഫോണിൽ ഐഡിയ അടിച്ചാണ്ട് ഓളാണ് തന്നെ. എന്നിട്ട് ഞാൻ അങ്ങോട്ട് കണ്ട റിലേഷൻ മാത്രമേ ഉള്ളൂ തുടക്കത്തിൽ. അതെ, എന്നിട്ട് ഇവള് ഓരോ കാര്യങ്ങൾ പറയും, അവ അങ്ങനെ ചെയ്ത് ഇവ ഇങ്ങനെ ചെയ്ത്. എന്നിട്ട് ഇവളെ പിന്നെ എക്സിനെ കുറിച്ചിട്ട്, അതായത് ഈ തൊപ്പിയാന്റെ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ ഫൈൻ, ഞാൻ പിന്നെ ആൾക്ക് വിടാനിട്ട് ഞാനെന്ന് ഞങ്ങൾ കറങ്ങാൻ പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ ഒരു റിലേഷനിലോട്ട് ആയത്. ഇവള് എന്നോട് ഒരു വീഡിയോ എടുക്കാണ്ട്, അതായത് ഒരു റീൽ എടുത്താലോ ചോദിച്ചാൽ പിന്നെ ഓക്കെ കുഴപ്പമില്ല റീൽ എടുക്കാന്ന് പറഞ്ഞു. ഇവള് റീൽ എടുത്തതിന് ശേഷമാണ് ഇവള് പറഞ്ഞത് നമ്മള് തമ്മിലെ റിലേഷൻ ഞാൻ റിവീൽ ചെയ്തിരിക്കണേ. ഞാൻ പറഞ്ഞ അതിന് എന്ത് റിലേഷൻ, ഞാൻ വെറുതെ അപ്പോഴൊന്നും റിലേഷൻ അല്ല. അപ്പൊ ഇവള് ഇന്നെ അതിലോട്ടാണ് തള്ളിയിടുക ചെയ്തത്, മനസ്സിലായോ? എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു ഇനി കെട്ടിയിട്ടില്ലാന്ന് ഞാൻ നിനക്കെതിരെ കേസ് കൊടുക്കും, അത് കൊടുക്കും ഇത് കൊടുക്കും എന്നിട്ട് ഭയങ്കര ഇത്. അതിന് ഞാൻ എന്ത് ചെയ്ത്, എന്റെ വീട്ടുകാർക്ക് ഇവള് ഇന്നെ നിർത്തിയിട്ട്, ഇവിടെ എറണാകുളത്ത് കുറച്ച് ബോയ്സ് ഗ്യാങ് ഉണ്ട്, ഞാൻ അവിടെ പക്കാ ഒരു ലോക്കിൽ വിട്ടിട്ട് ബോയ്സ് ഗ്യാങ് ഉണ്ട്, ആ ബോയ്സ് ഗ്യാങ്ങിനെ വെച്ചിട്ട് ഇവളെന്ത് ചെയ്യാം, എന്തെങ്കിലും പ്രശ്നം അവരെ വിളിച്ചിട്ട് തല്ലിപ്പിക്കുക, അടുപ്പിക്കുക. എത്ര പ്രാവശ്യം എന്നറിയാം റൂമിൽ കൊണ്ടിട്ട് എത്ര പ്രാവശ്യം ഇങ്ങനെ അടിണ്ടായിരിക്കുന്നത്. ഓളെ ബെസ്റ്റ് ഫ്രണ്ട്സിന് തന്നെ കോൺഫിഡൻസ് കിട്ടിയ ബ്രോക്ക് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാവും. എന്നിട്ട് ഞാൻ എന്റെ വീട്ടുകാർ കാര്യം ആലോചിച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുൻപ്
വീട്ടിൽ ഇതേമാതിരി എന്റെ ഒരു പ്രശ്നം റിലേഷനായിട്ട് വീട്ടില് ഉമ്മയും ഉപ്പയും ഒരുപാട് ബുദ്ധിമുട്ടിക്കണം, മനസ്സിലായോ? അങ്ങനെയാണ് എന്നെ ഗൾഫിലോട്ട് കൊണ്ടുപോണേ. അപ്പൊ ആ ബുദ്ധിമുട്ടിന്റെ പുറത്ത് തന്നെ ഉമ്മ ഇപ്പൊ ഭയങ്കര ഇടങ്ങാറായിരുന്നു. അപ്പൊ ഞാൻ ഇതുമ്പാടും കേസ് എടുത്ത് തലയിലൊക്കെ താല്പര്യമില്ല എന്ന് വിചാരിച്ച ഞാൻ ഓക്കെ ആയി. പിന്നെ നിക്കായിന്റെ തലേ ദിവസം അടക്കം എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവളിന്റെ വീട്ടിൽ വിളിച്ചിട്ട് ഓരോന്ന് പറഞ്ഞ വീഡിയോ ചെയ്യും, മറ്റേത് ചെയ്യും, മറിച്ചത് ചെയ്യും എന്നിട്ട് എന്താ പറയാ ഇതാക്കി ഞാൻ ഓക്കെ പറഞ്ഞു. നിക്കായിന് അന്നെ ഡ്രസ്സ് അതിന്റെ കോസ്റ്റ്യൂം ശ്രദ്ധിച്ചറിയാം. ഞാൻ അന്ന് രാത്രി പോയിട്ട് ഡ്രസ്സ് എടുക്കണേ, അന്ന് രാത്രി പോയി ഡ്രസ്സ് എടുത്താണ്ട് വരികയാണ്. എനിക്ക് ഒരു താല്പര്യം ഇല്ലാത്തൊരു ബന്ധമായിരുന്നു. കേട്ടല്ലോ, ഇങ്ങനെയാണ് ലല്ലു പറയുന്നത് ഇവർ രണ്ടുപേരും കണക്ഷനായ ആ ഒരു ബന്ധത്തിന്റെ കഥ. ജസ്റ്റ് ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു, റീൽസ് എടുത്ത് തുടങ്ങിയ ബന്ധം, അതിൽ നിന്ന് ഫസ്മിനെ ഇവനെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ഇവന്റെ വർത്തമാനം. ഓക്കെ, ഇവൻ ഇത് മാത്രമല്ല, ഇപ്പം മാത്രമല്ല ഫസ്മിനെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത്, ലേറ്റർ ഓൺ ആരോ കഴുത്തിൽ കത്തി വെച്ച് ഫസ്മിനയുടെ ഫ്രണ്ട് ഇവനെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഭീഷണിയിൽ പറയുന്ന ലല്ലു ഫസ്മിനയെ കല്യാണം കഴിക്കുന്നു. അതിനുള്ളൊരു വേറൊരു റീസൺ എന്ന് പറയുന്നത് വീട്ടുകാർക്ക് ഓൾറെഡി ഇവൻ്റെ വേറൊരു പരിപാടീൻ്റെ മുകളിൽ പൊട്ടി നിൽക്കുമ്പോൾ ഇവനെ ഇനി ഒരു ബന്ധം കൊണ്ട് എന്താ പറയുക വിശ്വസിപ്പിക്കുക എന്നുള്ള രീതിയിൽ എന്നൊക്കെയാണ് ഇവൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. കുറേ ഭാഗങ്ങളൊക്കെ ഇവൻ നീട്ടി വലിച്ചുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതാണ് ദ കോർ. അതായത് എങ്ങനെയാണോ മിസ്ത്രിയോട് ഇവൻ സംസാരിച്ചത്, അതായത് ഇവൻ ഓൾറെഡി ബന്ധത്തിനോട് താല്പര്യമില്ല, എന്നെ കുടുക്കിയതാണ്, പെടുത്തിയതാണ്, അല്ലെങ്കിൽ എന്നെ ഭീഷണിപ്പെടുത്തി എന്നെ ഈ റിലേഷനിൽ കൊണ്ടുവന്നതെന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഈ ലല്ലുവിയുടെ ഒരു ചാറ്റിൻ്റെ റെക്കോർഡ് കേൾപ്പിച്ചു തരാം. ഓക്കെ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ മറ്റേ ഫേക്ക് അക്കൗണ്ട് കിട്ടണില്ല, എടുക്കാൻ വേണ്ടി ഞാൻ പുതിയ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ അതിൽ മെസ്സേജ് അയച്ചാൽ മതി പറയാൻ വേണ്ടിയിട്ട് നിനക്ക് ഇങ്ങനെ വിളിച്ചു, പക്ഷേ നീ എടുക്കണില്ല. ഇതാണ് അക്കൗണ്ട്. പിന്നെ എന്താ പറയാ, ഈ മെസ്സേജിന് റിപ്ലൈ തരണം കേട്ടോ. പാസ്വേഡ് മാറ്റിയിട്ട് നിനക്ക് മെസ്സേജ് അയച്ചിട്ട് നീ റിപ്ലൈ തരണ്ട. ഇതിന് മെസ്സേജ് അയക്കുന്നത് ചിലപ്പോൾ അവളാകും. ഞാൻ പാസ്വേഡ് ഓൾറെഡി കൊടുക്കാൻ പറ്റും, നിനക്ക് കൊടുക്കാൻ പോകണം. നിനക്ക് അയക്കാൻ വേണ്ടിയിട്ട് മാത്രം ഓപ്പൺ ആക്കിയാണ്. അപ്പൊ ശരി, ഓക്കെ, ബൈ. ഓക്കെ, ഇതൊരു പെൺകുട്ടിക്ക് ഇവൻ അയച്ചിട്ടുള്ള മെസ്സേജിൻ്റെ സ്ക്രീൻ റെക്കോർഡ്. ഇത് ലല്ലുവിൻ്റെ വോയിസ് തന്നെയാണ്. ലല്ലുവിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ഒരു പെൺകുട്ടിക്ക് അവൻ മെസ്സേജ് അയച്ചിട്ടുള്ളത്. അതായത് ഫസ്മിനെ പേടിച്ചോ അല്ലെങ്കിൽ ഫസ്മിനെ പൊക്കിയത് കൊണ്ട് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ഈ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് മാറ്റി ഫസ്മിനയ്ക്ക് കൊടുത്ത് ഇനി നീ ഈ അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയക്കേണ്ട. മനസ്സിലായി? ഇവൻ ഓൾമോസ്റ്റ് ഇതേപോലുള്ളൊരു അപ്രോച്ചാണോ എല്ലാവരുടെ അടുത്തും അപ്രോച്ച് നടത്തണമെന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇങ്ങനത്തെ കുറച്ചധികം ചാറ്റുകൾ ഓൾറെഡി ഈ ഫസ്മിനെയൊക്കെ വീഡിയോ ഇട്ട് തുടങ്ങുന്നതിൻ്റെ മുന്നെയോ അല്ലെങ്കിൽ ഈ വിഷയം സംസാരിക്കുന്നതിന് മുമ്പോ എനിക്ക് കുറേ പേര് അയച്ചു തന്നതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിലൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞത്, ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. പിന്നെ അതേപോലെ നീ ജോലിക്ക് വിടത്തില്ലാന്നും അവന് പലവട്ടം അവൻ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് ഓരോ ജോലിക്ക് പോവാൻ വേണ്ടിട്ട്, പക്ഷെ നീ വിടത്തില്ലാന്ന്, നിനക്ക് അത് ഇഷ്ടമില്ലാന്ന്. യു എന്ന് പോയിട്ട് കഷ്ടപ്പെട്ടെന്തോ 12 ലക്ഷം എന്തോ കൊണ്ടുവന്നപ്പോഴത്തേന് നീ അതിനെ മൊത്തം അടിച്ച് തീർത്ത് നിനക്ക് വേണ്ടി ഫുള്ള് ചെലവാക്കിയപ്പോ അവനൊരു വിലയും നീ അതിനുശേഷം കൊടുത്തിട്ടില്ല. അതിന് പോയി ഇവൻ ജോലി എടുത്ത് 12 ലക്ഷമായിട്ട് വന്നെന്ന്. റിലേഷൻ ആയപ്പോ തൊട്ട് ഈ നീ എൻ്റെ അടുത്ത് നിന്ന് പോകുന്ന വരെ ഞാനാണ് എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത്. നിന്റെ വണ്ടിയുടെ EMI, AC-യുടെ EMI, നിന്റെ എല്ലാ ആവശ്യങ്ങളും നടത്തിക്കൊണ്ടിരുന്ന ആളാണ് ഞാൻ. ആ എൻ്റെ ചിലവ് നീ നോക്കിയെന്ന് നീ ഒരാളോട് പറയുമ്പം എൻ്റെ പൊന്ന് ശിബിലി, നിന്നെ ഞാൻ ജോലിക്ക് വിട്ടില്ല, പലപ്പോഴായിട്ട് നീ ശ്രമിച്ചെന്ന്. നീ ഒരാണല്ലേടാ. ആൻഡ് ഓൾസോ ഫ്രം യുവർ ഹിസ്റ്ററി നിനക്ക് പൈസ മാത്രം മതി ശിബിലി. പൈസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പെണ്ണിന് വേണ്ടി നീ ഏതറ്റം വരെയും പോകുന്ന ഒരു വ്യക്തിയാണ്. നിന്റെ പ്രവൃത്തിന്ന് തെളിഞ്ഞു. അവന്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞ ഒരു സിഗരറ്റ് വാങ്ങാൻ പോലും നീ അവനെ പുറത്ത് വിടേ ഇല്ല എന്ന് പറഞ്ഞു. അത്രയും ഇതിൽ നീ ഭയങ്കര ഒരുമാതിരത്തെ പേഴ്സണൽ. ഒരാളെ മനസ്സിൽ നിന്ന് ഇത്രയും പറയുമ്പോഴത്തേന് ഞാൻ എന്തായാലും വിശ്വസിക്കും. ഞാനല്ല, എല്ലാവരും വിശ്വസിച്ച് പോവും. അവൻ അമ്മാതിരി രീതിയിലാണ് പറഞ്ഞത്. നേരിട്ട് കണ്ടപ്പോഴെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചില്, സീന്, അത്രയും ഭയങ്കര കരച്ചിലായിരുന്നു. ഭയങ്കര കരച്ചിൽ. ഞാൻ ഇത്രയും എന്റെ ജീവിതത്തിൽ ഇത്രയും ഇങ്ങനെ ഒരു ചെക്കൻ കരയണത് ഞാൻ കണ്ടിട്ടേ ഇല്ലായിരുന്നു. അന്ന് എന്നെ ഇവൻ എന്തോന്നു നിന്നെ തലേന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ചാറ്റ് ചെയ്തെന്ന് പറഞ്ഞ കുറെ ചാറ്റുകൾ എനിക്ക് കാണിച്ചു തന്നായിരുന്നു. ഡയറക്റ്റ് ചാറ്റുകൾ ഞാൻ നേരിട്ട് കണ്ടായിരുന്നു. അപ്പൊ ഇവൻ പറയുന്നുണ്ടായിരുന്നല്ലോ, മറ്റേ വീഡിയോയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ചാറ്റ് ഫേക്ക് ആണ്, 2 ചാറ്റ് മാത്രം ഉള്ളതെന്ന്.
അത് ഞാൻ ഇടയ്ക്ക് കേട്ടായിരുന്നു, അവന്റെ ലൈവിൽ അത് വന്ന് അവൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇല്ല, ഞാൻ ആ ഡയറക്റ്റ് ഇവൻ അന്ന് ആ കരച്ചിലൂടെ തന്നെ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, അളിയാ നീ ഇത് നോക്ക്, അവളെ ഞാൻ തലേന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയല്ല ഞാൻ ചാറ്റ് ചെയ്യുമെന്ന് അവൻ സമ്മതിച്ച് അവൻ എനിക്ക് കാണിച്ചു തന്നതാണ്. ഇടയ്ക്ക് ഓക്കെ, അപ്പോൾ എനിക്കും ഞാൻ പറഞ്ഞല്ലോ ചാറ്റ് ഇവൻ ചെയ്തത് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ മിസ്രിക്ക് ഇവൻ ചാറ്റ് ചെയ്തത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ അറിയോ, ഒരാളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വന്തം പാർട്ട്ണറിനെ അല്ലെങ്കിൽ ബാക്കി എന്താ പറയുക ബാക്കിയുള്ളവരോട് ആ ബന്ധം പോരാ അല്ലെങ്കിൽ അവൾ പോരാ എന്നൊക്കെ പറയുന്ന സ്കീമിൽ സംസാരിക്കുന്നവരുണ്ട്. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ സംസാരിക്കുന്നവരുണ്ട്. അത് ചീറ്റിങ് തന്നെയാണ്. പിന്നെ മൾട്ടിപ്പിൾ റിലേഷൻ വെക്കണോ വേണ്ടെന്നുള്ളതൊക്കെ ഒരാളുടെ പേഴ്സണൽ താല്പര്യമാണ്. പക്ഷേ അത് വെക്കുന്നുണ്ടെങ്കിൽ സ്വന്തം പാർട്ട്ണർക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നിലേക്ക് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, ഒഴിവാക്കിയിട്ട് ഒരു റിലേഷനും ഇല്ല, ഞാനൊരു ഫ്രീ ബേർഡാണ്, ഇനി മുതൽ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ഞാൻ ഹസ്ബൻഡല്ല, ഞാൻ ആരുടെയും ഒന്നുമല്ല, എനിക്ക് നോ കമ്മിറ്റ്മെൻറ്റ്, ഞാൻ എൻ്റെ ഫ്രീ ബേർഡായിട്ട് നടക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യാം, എനിക്ക് ഇങ്ങനത്തെ വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ചുകൂടി ഫ്രീ ആയിട്ട്, ഞാനിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വേറെ ആർക്കും ഹേർട്ടാവില്ല എന്നൊക്കെ ഉറപ്പുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലാതെ ഇതിപ്പോൾ ഫസീൻ്റെ കേസിൽ എന്താ പറ്റിയത്, ഫസി ഓൾറെഡി ലല്ലുവിനെ 1-2 വട്ടം ഇങ്ങനെ പൊക്കിയതുകൊണ്ട് ഇത് ഫസി ലല്ലുവിനെ സംശയിക്കുന്നതിലും നമുക്ക് വലിയ എന്താ പറയുക പ്രശ്നം പറയാൻ പറ്റുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. മനസ്സിലായോ? കാരണം ഇവൻ ഈ മൾട്ടിപ്പിൾ ടൈംസ് ഇപ്പോൾ എനിക്കാരെങ്കിലും സ്ക്രീൻഷോട്ടും സാധനങ്ങളും അയച്ചു തരുന്നുണ്ടെങ്കിൽ അതെന്താണെങ്കിലും ഫസ്മിനേക്ക് അയച്ചു കൊടുക്കുമല്ലോ, അവർ കൊടുക്കാതിരിക്കില്ല. അതിന് ലല്ലൂബി എന്നോട് പറഞ്ഞത് അത് ഫസ്മിനെ മാനിപ്പുലേറ്റ് ചെയ്ത് എനിക്കടക്കം ഇത് എത്തിച്ച് തരണം ഇവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ബാക്കിയുള്ള പ്രൊഫൈലുകളോട് പെൺകുട്ടികളോട് പറഞ്ഞ് ടൈപ്പിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ചൊരു കാര്യമുണ്ട്, അതെങ്ങനെ, അതായത് ഇവൻ ചാറ്റ് ചെയ്യാതെ ഇവൻ്റെ വോയിസുകൾ ഇല്ലാതെ ഇവൻ്റെ വോയിസ് എന്തായാലും വെച്ചിട്ട് ഫസ്മിനേക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇവൻ്റെ വോയിസോ ഇവൻ്റെ ചാറ്റോ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഫസ്മിന് സ്വന്തമായിട്ട് വീഡിയോ ഇടുന്ന ഒരാളാണ്, സ്വന്തമായി വീഡിയോസ് ഇട്ടിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അവക്കത് എടുത്തിട്ട് പൊട്ടിച്ച് എക്സ്പോസ് ചെയ്താൽ പോരെ? അപ്പോൾ അതങ്ങനെയല്ല. അത് എനിക്ക് ആളുകൾ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലെ ബാക്കിയുള്ളവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫസ്മിനെ അവർക്ക് റീച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു എക്സ്പ്ലനേഷൻ. ഓക്കെ, പിന്നെ ഇതിലിപ്പോൾ ഈ മിസ്ത്രി പറയുന്ന പോലെ ഇവന് ഇപ്പോൾ ഫസ്മിനെ അല്ലാതെ വേറെ ബന്ധങ്ങൾ വെക്കണം എന്നുണ്ടെങ്കിൽ ഓബിയസ്ലി കല്യാണം കഴിഞ്ഞ ഒരാളായതുകൊണ്ട് ഭാര്യ എങ്ങനെയാണ്, അല്ലെങ്കിൽ പൊസസീവാണ്, അല്ലെങ്കിൽ സംശയരോഗിയാണ് ഭാര്യ അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ടവരും ചിലപ്പോൾ വെക്കാം. മനസ്സിലായോ? അങ്ങനെ വെച്ചതും ആയിരിക്കാം. ഇന്ത്യ നല്ലപോലെ നിക്കാതെ കഴിഞ്ഞില്ലേ, ഇനി നല്ലപോലെ മുന്നോട്ട് പോകാൻ വിചാരിച്ച് നല്ലപോലെ പോയിരുന്നു. നല്ലപോലെ പോണ ടൈമില് ഇവളിതാ എന്റെ വീട്ടില് 3 മാസം, സത്യം പറയല 3 മാസം ഒരു കുഴപ്പമില്ലാതെ അടിപൊളിയായിട്ട് പോയിരുന്നേ. ആ അടിപൊളിയായിട്ട് പോകുന്ന ടൈമില് ഇവിടെ തനൂജ ഇല്ലേ, മറ്റേ തനൂജാനറിയോ? നമ്മളെ അവള് എന്ത് ചെയ്തിരിക്കണേ, അവള് നമ്മള് കോണ്ടാക്ട് ഞാൻ പറഞ്ഞു നിക്കാന് ശേഷം ഉണ്ടാവാൻ പാടില്ല, കാരണം അത് ശരിയാവത്തില്ല, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മതി, പിന്നെ തലേ തട്ടണം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അതിനൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നല്ലപോലെ മുന്നോട്ട് പോകാൻ വിചാരിച്ചു. ഇപ്പോൾ ഓക്കെ തലയിൽ തട്ടടിലൊക്കെ ആയിട്ട് 2 മാസം വീട്ടിലിങ്ങനെ നിന്ന്, എന്റെ വീട്ടിൽ നിന്ന് എന്റെ വീട്ടുകാർക്കും ഓക്കെ ഇഷ്ടപ്പെട്ടിങ്ങനെ വരുന്ന ടൈമിലാണ് ഇവള് തനൂജാനെ കാണാൻ വേണ്ടി പോകണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് രാത്രി 11 മണിക്ക് രാത്രി 11 മണിക്ക് തനൂജിനെ കാണാൻ പണ്ടു. ഞാൻ പറഞ്ഞു പറ്റത്തില്ല. എന്നിട്ട് ഇവള് നേരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചാണ് ഭർത്താവിന്റെ വീട്ടു തടങ്കലില് എന്നെ ആക്കിയിട്ട് കുടുക്കി ഇട്ടിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവള് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചേ. അപ്പൊ ഞാൻ പുറത്തുനിന്ന് നേരെ വീട്ടിലോട്ട് എത്തിയ ടൈമില് എന്റെ ഉമ്മ പറഞ്ഞ് ഒന്നില്ലാതെ ഞാൻ ആക്കി തരും, അല്ലാതെ ഞാൻ ആക്കി തരും, അല്ലാതെ ഉമ്മ ആക്കി തരും, വീട്ടിൽ അനിയ ആക്കി തരും. ഈ രാത്രി ഒരു കുട്ടി വീട്ടിൽ നിന്ന് പുറത്തു പോകണ ശരി മലപ്പുറം സൈഡ് ബ്ലോക്ക് അറിയാലോ, ഒരു 11 മണിക്ക് ഒരു വീട്ടിൽ നിന്ന് ഒരാളെ ഒരു പെൺകുട്ടി ഒറ്റ ഇറങ്ങി പോണ ഒരു സാഹചര്യം വീട്ടിൽ സമ്മതിക്കോ? ചില വീട്ടിൽ സമ്മതിക്കില്ല, ചില വീട്ടിൽ സമ്മതിക്കും. എന്റെ ഞങ്ങളെ മലപ്പുറം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടില് അങ്ങനെ ഇതുവരെ അങ്ങനെ സംഭവമില്ല. ചിലവര് സമ്മതിക്കാറുണ്ട്, പക്ഷെ ഞങ്ങളെ ഈ ഭാഗത്ത് അങ്ങനത്തെ സംഭവം ഒറ്റയ്ക്ക്. ഞാൻ മലപ്പുറം വളാഞ്ചേരിയാണ്. അപ്പൊ എന്താ പറയാ, ഇവള് പോണെന്നെ വാശി പിടിച്ചു. ഞാൻ വന്ന ടൈമില് എന്നിട്ട് എന്റെ ഉമ്മാനോട് ഞാൻ വേറെ പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചിട്ട് തെറ്റിപ്പോവാന്ന് പറഞ്ഞിട്ടാണ് ഓള് പോണേ. എന്നാ ഓളെ ഉമ്മാക്ക് വിളിച്ചിട്ട് ഓളെ ഉമ്മ എന്നോട് പറഞ്ഞു, ഓളെ ഉമ്മനോട് പറഞ്ഞു, ഓളെ സ്വന്തം ഉമ്മനോട് പറഞ്ഞു ഓരോ ആരെങ്കിലും ആക്കി തരും, ഇപ്പൊ പുറത്ത് കയറരുത്. അപ്പൊ പുറത്തുണ്ട് ഒരു ഷിഫ്റ്റ് കാർ എടുക്കണേ, അത് 2 ചെക്കന്മാര് ഫുൾ ഫിറ്റ് ആയിട്ടുള്ള, ഫുൾ ഫിറ്റ് തന്നെ, ഫുള്ള് വെള്ളം അടിച്ച് മൂടായിട്ടുള്ള ചെക്കന്മാര്. എന്നിട്ട് അവര് നേരെ നിലമ്പൂരാണ് ഈ തനൂജാന്റെ വീട്. കൊച്ചി നിലമ്പൂരിലോട്ട് ഓളെ വീട്ടിലേക്ക് മാറിയ ടൈമില്
ഓളെ വീട്ടിക്ക് പോയി ഓള് അന്ന് രാത്രി ഈ ചെക്കന്മാരെ കൂടെ. എവിടേക്കാ പോയി ഞാൻ അന്ന് പറഞ്ഞ എന്റെ മനസ്സിന്ന് പൈക്കണം ഇനി എന്റെ ലൈഫിലോട്ട് ചില്ല. എന്നിട്ട് എന്റെ വീട്ടിൽ വന്ന് കേസെടുക്കാൻ പോയിട്ട് വളാഞ്ചേരി നോൾക്ക് വിളിച്ചു. 4 മണിക്കൂർ ഞാൻ 2 മണിക്കൂർ എനിക്ക് ടൈം വരാം, അതിനുള്ളിൽ എനിക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് വരാന്നുണ്ടെങ്കിൽ എന്റെ ലൈഫിനായിട്ട് പോയിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവളോട് സംസാരിച്ച് അവള് 4 മണിക്കൂറല്ല, 1 ദിവസം 2 ദിവസം കഴിഞ്ഞിട്ടോള് വന്നില്ല. ഓക്കെ, എഗെയിൻ ഈ ലല്ലു എന്നോട് ഫസ്മിന അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഈ തനൂജ എന്ന് പറഞ്ഞിട്ടുള്ള ഷൈൻ ടോം ചാക്കോൻ്റെ പ്രീവിയസ് റിലേഷൻ ആയിരുന്ന ലേഡിയെ കാണാൻ വേണ്ടി നിലമ്പൂരിലേക്ക് കുറച്ച് ആണുങ്ങളുടെ കൂടെ ഇറങ്ങിപ്പോയി. അത് അവൻ്റെ വീട്ടിൽ പറ്റിയില്ല, ആദ്യം തട്ടൊക്കെ ഇട്ടിട്ട് നിങ്ങൾ കേട്ടല്ലോ ഈ സ്കീം. അതായത് ഒട്ടും ഇവൻ്റെ വീട്ടുകാരുടെയോ അല്ലെങ്കിൽ ഇവൻ്റെയോ എന്താ പറയുക ഇഷ്ടങ്ങൾക്ക് നിൽക്കാത്തൊരു സ്ത്രീയാണ് ഫസ്മിന എന്നും അവളുടെ ബന്ധങ്ങൾ വളരെ മോശപ്പെട്ട ബന്ധങ്ങളാണ് എന്നും ആ ബന്ധങ്ങൾ കാരണം അവൾക്ക് കുറച്ച് മൂഡ് സ്വിങ്സ് ആണ് ഇത്ര. അതായത് ഇവൻ തന്നെ ഇതിൽ കുറച്ച് കഴിഞ്ഞാൽ പറയുന്നുണ്ട് ഇവർക്ക് ബൈപ്പോളറാണ് അല്ലെങ്കിൽ ഇവർക്ക് മൂഡ് സ്വിങ്സ് ആണ്. ഇവർക്ക് ഓരോ ടൈമിൽ ഓരോ മൂഡാണ്, ഓരോരുത്തരോട് ഓരോ രീതിയിലുള്ള എന്താ പറയുക മൂഡ് കാണിക്കും, ഓരോ രീതിയിലുള്ള അപ്രോച്ചുകൾ നടത്തും. ഭയങ്കര പേഴ്സണാലിറ്റി ഡിസോർഡർ പോലെയാണ് ഫസ്മിന. ചില ടൈമിൽ ഭയങ്കര സന്തോഷിച്ചിരിക്കും, ചില സമയത്ത് ഭയങ്കര കരഞ്ഞിരിക്കും, ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും, തല്ലും. അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് ഇവൻ എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്തത്. എപ്പോഴും എന്നെ വിളിക്കുമ്പോ ഭയങ്കര ഇമോഷനായിട്ട് അയ്യോ എന്റെ കയ്യിൽ ഫണ്ടില്ല, ഞാൻ എന്നെ ആരും എനിക്കില്ല, ഫാമിലി ഇല്ല, അവളെല്ലാം തൊലച്ച് എന്നുള്ള ഒരു രീതിയിൽ നിന്ന് സംസാരിക്കുമ്പോ ആർക്കായാലും തോന്നും അയ്യോ ഒറ്റയ്ക്ക് നിൽക്കുന്ന പേഴ്സൺ എന്നുള്ളൊരു കൺസേൺ എനിക്ക് അവന്റെ അടുത്ത് തോന്നും. അപ്പൊ ഞാനുണ്ടല്ലോ ഒക്ടോബർ 3-ാം തീയതി ഞാൻ ഇവനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതായത് സംസാരിച്ചിട്ട് നിന്നെ ബ്ലോക്ക് ചെയ്ത് എന്നെ ബ്ലോക്ക് ചെയ്ത് ഓക്കെ. അപ്പൊ എന്നോട് എന്റെ അടുത്ത് പറഞ്ഞു ഫസി ഇതേപോലെ ഫസീന്റെ ഉപ്പ വന്ന് തലാക്ക് അവൻ അതുവരെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങള് തലാക്ക് ചൊല്ലിയിട്ടില്ല എന്നുള്ളത് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഒക്ടോബർ 3-ാം തീയതി അവൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ മതപരമായിട്ട് നിങ്ങൾ ഡിവോഴ്സായി എന്നല്ലേ, നിങ്ങൾ ഡിവോഴ്സായി, നിങ്ങൾ തലാക്ക് ചൊല്ലി ഉപ്പാക്ക് തന്നു എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതായത് ഒക്ടോബർ 3 നമ്മൾ തലാക്ക് ചൊല്ലിന്ന് അവൻ നിന്നോട് പറഞ്ഞത്? എന്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് അവൻ എന്നെ ഒക്ടോബർ 3-ാം തീയതി എനിക്ക് തോന്നുന്നത് പകലൊന്നും അങ്ങനെ വിളിച്ചിട്ടേ ഇല്ല, രാത്രി എപ്പോഴാ വിളിച്ചിട്ടാണ് പറഞ്ഞത് അളിയാ തലേന്ന് പോയി ഞാൻ തലാക്ക് ചൊല്ലി ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞു, ഒഴിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചായിരുന്നു. അതെയോ? അപ്പൊ എന്റെ പ്രേതമായിരുന്നു അവന്റെ കൂടെ ഉണ്ടായിരുന്നത്. പോട്ടെ, കുഴപ്പമില്ല. അതെനിക്ക് അറിഞ്ഞൂടെ, എന്നെ രാത്രി വിളിച്ചിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, തലേന്ന് പോയി ആളെ ഉപ്പാക്ക് തലാക്ക് ചൊല്ലി കൊടുത്ത് അവര് വന്നിരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചു. അത് കഴിഞ്ഞു. ഒക്ടോബർ 3-ാം തീയതി ഞാനിത് കേട്ടിട്ട് എൻ്റെ റിലേ കുറച്ചു നേരം പോയി. ഞാനിത് ആലോചിക്കായിരുന്നു. ഒക്ടോബർ 3-ാം തീയതി ഈ വൃത്തികെട്ടവൻ എന്നെ വിളിച്ചിട്ട് എല്ലാം ശരിയാക്കണം എന്നുള്ള രീതിയിൽ വന്ന് സംസാരിച്ച് എല്ലാം ആക്കി. എൻ്റെ ഉപ്പ വന്നെന്ന്, എൻ്റെ ഉപ്പ എപ്പോൾ നിൻ്റെ അടുത്ത് വന്നെന്ന്? ഒക്ടോബർ 3-ാം തീയതി ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്, എൻ്റെ വീട്ടുകാരോ ആരും അവിടെ വന്നിട്ടില്ല. നീ താമസിക്കുന്ന റൂമിൽ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്, നീ എൻ്റെ അടുത്ത് ഒറ്റയ്ക്കാണ് സംസാരിച്ചതും. നീ ഇതെല്ലാം റെഡിയാക്കണം എന്നുള്ള രീതിയിൽ നിന്ന് നീ അത്രയും സ്നേഹം പ്രകടിപ്പിച്ച് നിനക്ക് തെറ്റുപറ്റിയതാണ്, മറ്റതാണ് മറിച്ചതാണ്. എൻ്റെ പൊന്നോ അഭിനയ നാടകം. അതേ ടൈമിൽ നീ മിസ്രീനെയൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഏതാ ഷിബിലി നിൻ്റെ ഒരു സ്കീമെന്ന് ആലോചിക്കുന്നത്? എന്നിട്ട് താങ്കളുടെ ഫോൺ എടുത്ത് വന്നിട്ട് ഇത്രയും നേരമായിട്ട് ഏതെങ്കിലും പെണ്ണെന്നെ വിളിച്ചാ ഇപ്പം നിനക്ക് വിശ്വാസമായ? ഞാൻ ഇപ്പം അങ്ങനെ അല്ല എന്ന് വരെ നീ എന്നെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്തു. ആൻഡ് ഒക്ടോബർ 3-ാം തീയതി നീ തലാക്ക് ചൊല്ലിയെന്ന് ഇവളോട് പറയുന്നു. തലാക്ക് ചൊല്ലിയ നിനക്ക് ഞാൻ എന്തിന് പൈസ അയച്ചു തരണം? ഞാൻ പൈസ അയച്ചു തന്ന് സ്ക്രീൻഷോട്ട്സ് ഇവിടെ കൊടുക്കാം. ഞാൻ എന്തിനാണ് നിനക്ക് പൈസ അയച്ചു തരുന്നത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് അഗെയിൻ മിസ്രി പറയുന്നത് മിസ്രിയുടെ അടുത്ത് ലല്ലു പറഞ്ഞ കള്ളങ്ങളും അത് കയ്യോടെ ഫസി പൊളിച്ചു കൊടുക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടത്. ഇവൻ എന്താ പറയുക, ഈ ഫസിയുടെ കയ്യിൽ ഇവൻ കുറേ പേരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു. മിസ്രീൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച ഫണ്ടിൻ്റെ കണക്ക് പറയുന്നുണ്ട്, ഇവള് കൊടുത്ത കണക്ക് ഫസ്മിന പറയുന്നുണ്ട്. ഇപ്പോൾ ഇവൻ 12 ലക്ഷമോ എങ്ങാണ്ട് പൈസ ഗൾഫിൽ നിന്ന് സമ്പാദിച്ചു കൊടുന്ന് ചിലവാക്കി എന്നൊക്കെ ഫസ്മിനയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ കണക്കുകളുണ്ടെങ്കിൽ നിനക്ക് പറയാം കേട്ടോ ലല്ലു. പക്ഷേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ എവിടുന്ന് ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ഫസ്മിനയുടെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട്. ഓക്കെ, കഴിഞ്ഞ വീഡിയോ വരെ നിങ്ങളുടെ ഈ റിലേഷൻ, അതായത് ഫസ്മിന ലല്ലു റിലേഷൻ പൊട്ടാൻ കാരണക്കാരിയായ മിസ്രി വരെ വന്ന് നിന്നിട്ട് പറയുന്നു നീ ചതിച്ചു, നീ പറ്റിച്ചു, നീ നുണ പറഞ്ഞു, നീ പൈസ വാങ്ങി എന്നുള്ളത്.
ഇനി ഇത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ജീവൻ കളയുന്ന പോലത്തെ പരിപാടികളൊക്കെ ആയിട്ട് നടക്കാനാണെങ്കിൽ മോനെ ഞാൻ ആദ്യമേ പറഞ്ഞുതരാം, സ്ട്രെയിറ്റ് അവേ കാര്യം പറയാം, നിൻ്റെ അന്ന് പറ്റിപ്പോയി, ഓക്കെ, എനിക്ക് ഈ ബന്ധം വേണ്ട, നീ നിർത്തി പരിപാടി, നീ നിൻ്റെ വഴിക്ക് അവളെ വഴിക്ക് എന്ന് പറഞ്ഞാൽ വിടുക, നീ വിട്ടിട്ട് പോകാനുള്ള ഏറ്റവും ബെറ്റർ പരിപാടി, അല്ലാതെ ഇങ്ങനെ ചെയ്യണ്ട. മറ്റേ തൊടുപുഴയിലോട്ട് മറ്റേ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ട്രാൻസ്ഫർ കിട്ടണം, ട്രാൻസ്ഫർ ആയിട്ട് അവിടെ രാവിലെ എണീക്കും, ചായ അവളെ അമ്മ ചായ ഫ്രണ്ടിലോട്ട് നിൽക്കും, ഫുഡ് പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഞാൻ ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരാളാണ്, ഒരു സിഗരറ്റിന്റെ വാങ്ങാനടക്കം ഇവളിന്റെ പിന്നാലെ വരും. അതൊക്കെ ക്ഷമിച്ച് ഞാൻ ഒരു ഫ്രീഡം, എന്റെ കസിൻസിന്റെ നമ്പർ ബ്ലോക്ക് ചെയ്യുക, എന്റെ കസിൻസ് എല്ലാരും ഇവിടെ എന്റെ വാട്സപ്പ് അടക്കം ഇവള് ഫോണിൽ വെച്ചിരുന്ന ആളാണ്. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവള് എന്ത് ചെയ്യും, എന്റെ പിക്കും എന്റെ ഇതും വെച്ചിട്ട് വാട്സപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യും, മനസ്സിലായ? എന്നിട്ട് എന്റെ ഉമ്മാക്ക് ഞാൻ അവിടുന്ന് പ്രശ്നം ഉണ്ടാക്കി എന്റെ വീട്ടിലോട്ട് പോകുന്ന എന്റെ ഉമ്മാക്ക് വിട്ടുകൊടുക്കും. അപ്പൊ എന്റെ ഉമ്മ ടെൻഷൻ അടിച്ച് എന്തെങ്ങനെയാണ് എന്റെ ഉമ്മ വിശ്വസിച്ചാണ്ട് ഓളെ പക്ഷത്ത് നിന്നിട്ട് സംസാരിക്കും. എന്റെ ഡി പി ഉണ്ടല്ലോ, എന്റെ ഡി പി ഓള് ബിസിനസ് വാട്സപ്പിൽ വെക്കും, പിന്നെ വേറെ ഏതെങ്കിലും പെൺകുട്ടികളെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡി പി ഓളെ വാട്സപ്പിൽ നോക്കും, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യും എന്റെ പേരിട്ടിട്ട്. എന്നിട്ട് ഞാനാണല്ലോ ഇപ്പൊ തെറ്റുകാരനെ, ഞാൻ അയച്ച മെസ്സേജ് അയച്ചെന്ന് ഞങ്ങൾക്ക് പറയും, എവിടെ എത്ര ഡീപ്പായിട്ടുള്ള മെസ്സേജ് ആണെങ്കിലും ഞാൻ അയച്ച മെസ്സേജ് അയച്ചെന്ന് പറയാൻ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടും എനിക്കില്ലാത്ത ആളാണ്. അതിനാ തെറ്റ് ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ ഇവളിത് ഇങ്ങനെ അയച്ചിട്ട് ഇവള് സ്ക്രീൻഷോട്ട് ഒക്കെ എന്റെ അമ്മക്ക് അയച്ചെടുക്കും, എന്റെ അമ്മയോട് ഇങ്ങനെ പറയും, പ്രോഗ്രാം സത്യാവസ്ഥ അറിയണമെന്ന് എന്റെ വീട്ടിൽ വിളിച്ചിട്ട് ചോദിച്ചാൽ മതി. എന്റെ വീട്ടിൽ വിളിച്ചിട്ട് എന്റെ ഫ്രണ്ട്സ്, ഓളെ കോമൺ ഫ്രണ്ട്സ് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണിത്. ഇതിലിപ്പം സമൂഹത്തിന് മുൻപിൽ ഞാൻ തെറ്റ്, ഈ ഇന്റർകാസ്റ്റ് ചെക്കന്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ അവന്റെ എല്ലാ വീഡിയോയും കാണുന്ന ഒരാളാണ് ഞാൻ. അതായത് ഇന്റർകാസ്റ്റ് ചെക്കനല്ലേ അവന്റെ എല്ലാ വീഡിയോയും കാണുന്നുണ്ട്. കാരണം നമുക്ക് അങ്ങനത്തെ ഓരോ ഡ്രഗ്സിനും പിന്നെ അതേമാതിരി മറ്റേത് കുറച്ചുള്ള വീഡിയോ ഇടുമ്പോ ഞാൻ അവന്റെ വീഡിയോ സ്റ്റോറി ഒക്കെ കിട്ടിയ ആളെയാണ്. എനിക്ക് എന്റെ ബ്ലഡിന്ന് ഒരു സാധനം കിട്ടത്തില്ല. ഒരു സിഗരറ്റ് അല്ലാതെ ഒരു സാധനം ഞാൻ പഠിക്കത്തും ഇല്ല, എന്റെ ബ്ലഡിന്ന് കിട്ടത്തുമില്ല. എവിടെ ഓൾക്കെന്ന് പറഞ്ഞ കേസാണ്. ഇവൻ പലപ്പോഴായിട്ട് ഫസ്മിനെ ഭയങ്കരമായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള മാരക വസ്തുക്കൾ ഉപയോഗിക്കുന്നു, ഇവൻ ഭയങ്കര ക്ലീനാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവൻ പലപ്പോഴായിട്ട് എന്നോട് പറഞ്ഞത്. പിന്നെ ഫസ്മിനയുടെ വീട്ടിൽ നിന്ന് ഇവൻ അനുഭവിച്ച ഹരാസ്മെൻറ്റുകൾ, അതായത് വീഡിയോ എടുത്തില്ലെങ്കിൽ ഫുഡ് കിട്ടില്ല, വീട്ടുകാർ ഭയങ്കര അറഗൻ്റാണ്, ഇവൻ്റെ വീട്ടിൽ നിന്ന് അതായത് ബിസിനസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ വീട്ടിലേക്ക് ഇവനെ കൊണ്ടുപോയി, ഗവൺമെൻറ് ജോലിക്കാർക്ക് ട്രാൻസ്ഫർ കിട്ടണ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അപ്പോഴൊക്കെ ഇവനോട് ചോദിക്കുന്ന ഒരു ഐറ്റം ഉണ്ട്, അതായത് മോനെ അണക്ക് ഈ ഇതിനൊക്കെ നിന്ന് കൊടുക്കൂ. ഞാൻ ബേസിക്കലി എത്ര പാവമായ ഒരു ആൺകുട്ടിയാണെങ്കിൽ പോലും ഒന്നിനും സ്വന്തം വീട്ടുകാരോട് പറഞ്ഞാൽ വീട്ടുകാരുടെ ഒപ്പം നിൽക്കില്ല, എന്തുകൊണ്ട് ഇവൻ്റെ വീട്ടുകാർ പോലും അവൻ്റെ ഒപ്പം നിൽക്കാഞ്ഞെന്നുള്ളൊരു സംശയം എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ കാര്യത്തിൽ. അല്ലെങ്കിൽ ഇത്രത്തോളമൊക്കെ ആയിട്ടും ഇവന് ഈ ബന്ധം ഒഴിവാക്കി അങ്ങോട്ട് പൊയ്ക്കോ വിട്ടോ, പറ്റിയതെന്ന് വിട്ടാൽ പോരെ. ഇത് ഈ കേസും കൂട്ടവും കാര്യവും വോയിസിലും കാര്യങ്ങളും ഒരു ഭാഗത്തുനിന്ന് മറ്റേ ഭാഗത്തേക്കുള്ള കുറ്റപ്പെടുത്തലുകൾ, അവിടെ നിന്നിട്ടുള്ള കുറ്റപ്പെടുത്തൽ, ഇവിടുന്ന് കുറേ സ്ക്രീൻഷോട്ടുകൾ അങ്ങോട്ട്, അവിടുന്ന് ഒരാൾ മറ്റേ ആളുടെ ദേഹത്ത് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക മാരകമായിട്ടുള്ള ലഹരിയുടെ ആരോപണം നടത്തുന്നു. ഇതിൻ്റെ പോക്ക് എങ്ങോട്ടാന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. ഗോൾഡിന്റെ സീന് വന്നപ്പോഴത്തേനും എന്റെ കയ്യിൽ ഒരു കൈച്ചെയിന് കിടപ്പുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് ആ സ്നാപ്പിന്റെ സ്റ്റോറിയിൽ കൈച്ചെയിനുണ്ട്, അതല്ലേ? കൈച്ചെയിനുണ്ട്, അത് തന്നെ. അപ്പൊ ആള് എന്നെ ആദ്യം കണ്ടപ്പോഴത്തേനും എന്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ കയ്യിൽ ഇത് കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്, നീ ഒരിക്കലും ഇത് ഊരരുത് എന്നൊക്കെ ഒരു ആർഗ്യുമെന്റ് ഇറക്കി. അത് കഴിഞ്ഞ് എന്റെ അടുത്ത് ഈ ഗോൾഡിന്റെ സീന് വന്നപ്പോഴത്തേനും ആൾ എന്റെ അടുത്ത് ചോദിച്ച്, എടി എങ്ങനെയെങ്കിലും ആ കൈച്ചെയിൻ ഒന്ന് ഊരി തരുമോ പ്ലീസ്, ഞാൻ അത്രയും പെട്ട് നിൽക്കുകയാണ്. ഇവ അങ്ങ് കരച്ചിലാണ്, ഇവ എന്ത് പറഞ്ഞാലും കരഞ്ഞ് മനുഷ്യനെ ഒരു പറഞ്ഞു, എനിക്ക് ഗോൾഡ് ഒന്ന് ഊരിത്താടി, ഞാൻ അതേപോലത്തെ റോൾഡ് ഗോൾഡ് സെയിം എക്സാക്ട് മേടിച്ച് കയ്യിലിട്ട് തരാം, ഡൂപ്പ് മേടിച്ച് തരാം, ഒരു സീനും വരത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കൊടുത്തില്ല. ഗോൾഡ് ഒന്നും കൊടുക്കാൻ പറ്റൂലല്ലോ, അവന് ഓൾറെഡി ഗോൾഡിന്റെ സീൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഗോൾഡ് കൊടുത്തില്ല. എഗെയിൻ സ്വർണത്തിന്റെ കേസ്, അതായത് ഈ ലല്ലു എന്ന് പറഞ്ഞുള്ള വ്യക്തി, ഇപ്പോൾ ഞാൻ ഫസ്മിനായിട്ട് സംസാരിച്ച സമയത്ത് ഫസ്മിനെ പറഞ്ഞൊരു കാര്യമുണ്ട്, സായി ഇവൻ്റെ റിലേഷനിൽ പോയിട്ടുള്ള എല്ലാവരുമായിട്ടും ഇവന് ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്വർണം അതും ഇതൊക്കെ ആയിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഇവൻ ഒരു മോഡസ് തന്നെ പല കുട്ടികളെയും ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് അവരിൽ നിന്ന് സ്വർണവും പൈസയും ഒക്കെ അടിച്ചു മാറ്റി ഇവനൊരു പണിയെടുക്കാതെ ജീവിക്കുക എന്നുള്ള സ്കീമിൽ മുന്നോട്ട് പോകാനാണ് ഇവൻ താല്പര്യപ്പെടുന്നത്. ആ പോയിന്റിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യണം തീരുമാനിച്ചതും ഈ വോയിസ് പുറത്തിടണം തീരുമാനിച്ചതും. കാരണം എന്താ അറിയോ,
ഫസ്മിൻ എന്നോട് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇതൊക്കെ എക്സ്പോസ് ചെയ്യും, ഞാൻ ഇതൊക്കെ വീഡിയോയിൽ ഇടുന്നതാണ് ഫസ്മിൻ എന്നോട് പറയുന്നത്. അതായത് ഫസ്മിനയുടെ വീഡിയോയിൽ ഇതൊരു പൊട്ടൻഷ്യലി എന്താ പറയുക കുറേ പേര് നാളെ പെടാൻ സാധ്യത ഉള്ളൊരു സ്കീമാണ്. ഓക്കെ, ഇവിടെ സൊസൈറ്റിയിൽ ഈ സംഗതികൾ ഒരുപാട് നടന്നുണ്ട്. എക്സ്പ്ലോയിറ്റ് ചെയ്യുക, ഓക്കെ, ഒരു പെൺകുട്ടിയെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായിട്ടൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന പരിപാടി ഇഷ്ടംപോലെ അതാണ് പെണ്ണിനെയും പെണ്ണാണിനെയും നടന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനത്തെ എക്സ്പ്ലോയിറ്റേഷൻ ഈ സോഷ്യൽ മീഡിയയിലുള്ളൊരു ഫെയിം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള മുഖങ്ങളൊക്കെ വെച്ച് വരുന്ന സമയത്ത് അത് ഭയങ്കര ഡെഡ്ലി സ്കീമായിട്ട് മാറും. മനസ്സിലായോ? അപ്പോൾ അത് കുറച്ചും കൂടി ആളുകൾ റിയാലിറ്റി മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സാധനം എടുത്തിട്ടത്. ഞാൻ എവിടെ വേണമെങ്കിലും വന്നിട്ട് പറയും, എല്ലാവർക്കും അറിയാം, ഓളെ ഫ്രണ്ട്സ് ഓളെ ഫാമിലീസിന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവള് ജോയിന്റ് അടിച്ചിട്ടും ഇവള് ബിയർ അടിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഓളെ ഫാമിലി പൊക്കിയിട്ടുണ്ട്. എന്റെ ഉമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ എന്റെ ഉമ്മ ആ പച്ചള്ളല്ലേ നോക്കിയത് ആദ്യമൊക്കെ. അതായത് ഞാൻ പാറുന്ന ഓളെ ഫ്രണ്ടിന്റെ കൂടെ എന്താ ഈ ഓട്ട് അടിക്കുന്ന ടൈമില് ഫോട്ടോ എടുത്താണ് ഞാൻ ഉമ്മാക്ക് വിട്ടെടുത്ത് ഇങ്ങനെയൊക്കെ എനിക്ക് നടക്കണില്ല എന്നിട്ട് ഇവള് ഞാൻ ഗൾഫ് പോവാതെ ലോക്കാക്കി. ഇവളെ മറ്റേ പണ്ടത്തെ ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ, മറ്റേ പച്ചക്കറി സീനോ മറ്റേ വീടിന്റെ ഫ്രണ്ടിന്റെ ആ സീനിലെ ടൈമിലടക്കം ഇവളെന്ത് ചെയ്ത് ഇവള് ഓളുമ്പാടുള്ള പ്രശ്നത്തിൽ ഞാൻ അതിൽ പോയി തല വെച്ചുകൊടുത്താണ്. ഇവളോളും പ്രശ്നം നടക്കുമ്പോ ഞാൻ ഏറ്റെടുത്തത് എന്റെ അടുത്ത് വെച്ച മിസ്റ്റേക്ക്. എനിക്ക് ഒഴിവാക്കാൻ ഒരു ചാൻസും ഇല്ല, കാരണം ഒരു വഴിയില്ല. കാരണം ഒഴിവാക്കുന്ന സ്കീം എത്തിയില്ല, വീട്ടിലെ ആള് വിടും. ബ്രോ ഒരു കാര്യം മനസ്സിലാക്കണം, സ്വന്തം ഹസ്ബൻഡിനെതിരെ അല്ലെങ്കിൽ നിക്കാഹ് കഴിച്ചൊരാൾക്കെതിരെ ഞാൻ ചെയ്ത കാര്യം, ഞാൻ അവളെ തല്ലലുണ്ട് എന്നിട്ട് വേറൊരു ചെക്കനും കൂടെ എന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് വണ്ടി കയറ്റിട്ട് എറണാകുളം മൊത്തം റൗണ്ട് അടിപ്പിച്ചിട്ട് എന്നോട് പറയാ ഇനി ആളെ തൊട്ട് കഴിഞ്ഞാൽ അങ്ങനെ ആവും തന്നെ. അന്ന് ഞാന് ഇപ്പൊ ഈ പ്രശ്നം നടന്നതിന് ഇപ്പൊ അടുത്ത് ഒരു മാസം മുൻപ് 2 മാസം മുൻപ് സോറി അങ്ങനെ ഉണ്ടായി. ഒരു ഫസ്റ്റ് ഒരു ഗോഡൌൺ കൊണ്ടുപോയി, ഏതോ ഒരു ഇതിന്റെ ഗോഡൌൺ കൊണ്ടുപോയിട്ട് അവിടുന്ന് എന്നോട് വണ്ടി എടുത്ത് ഇനി അവളെ നീ എന്തെങ്കിലും ചെയ്തെന്ന് അറിഞ്ഞു. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യാതാണെങ്കിൽ അതായത് ഓൾക്ക് നല്ല പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഓള് കിടന്നിട്ട് ഓൾക്ക് കുറച്ചാണ് നല്ലപോലെ നടക്കും, കുറച്ചാണ് ഭയങ്കര ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്ത് കയ്യിലെടുക്കാൻ ഭയങ്കര ഉഷാറാണ്. പിന്നെ ഒരു ഗ്രാഫ് ടൈപ്പ് ഇവർക്ക് ബൈപ്ലോഡിസോൾ ഒരു സംഭവമുണ്ട്. അപ്പൊ ഗ്രാഫ് ടൈപ്പ് അല്ലെങ്കിൽ നമ്മൾ സ്ട്രൈറ്റ് ബ്രെയിനാണ് എല്ലാവർക്കും ഉണ്ടാവും. ഇവൾക്ക് ഒരു ടൈം ഭയങ്കര സന്തോഷം, ഒരു ടൈം ഭയങ്കര ഡിപ്രഷൻ, ഭയങ്കര ദേഷ്യം, അങ്ങനെയൊക്കെയുള്ള സംഭവമാണ് ഇവളത്. ഓൾറെഡി എന്താ പറയാ ഞാൻ കൗൺസിലിങ്ങിന് പോയതാണ്. എന്നിട്ട് ആ അസുഖം നേരെ എന്ത് ചെയ്ത് ഇന്റെ പേരടിയിലോട്ടിട്ട് കൗൺസിലിംഗ് ഞാൻ നന്നായിക്കോട്ടെ വെച്ച് കൗൺസിലിംഗ് കൊണ്ടിട്ട് ആ അസുഖം നേരെ ഇന്റെ പേരടിയിലോട്ട് അവളിട്ട്. ഡൽഹിയിലോട്ട് ഞങ്ങൾ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോവാണ്. ഈ റൂഹാനൊരു ഷോപ്പിടെ ഇതിന് വേണ്ടിട്ട് ഡ്രസ്സ് ഡൽഹിയിലോട്ട് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോ ഇവള് മെസ്സേജ് അയക്കുക, നീ കാരണത്താൽ എനിക്ക്, അതായത് ഇന്റെ കഴുത്തിൽ കത്തി വെച്ച ആ ചെക്കിനോട് ഇവള് മെസ്സേജ് അയക്കുക, നീ കാരണത്താലാണ് എനിക്ക് എന്റെ ലൈഫിൽ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയത്, നീ ഉണ്ടായതുകൊണ്ട് എന്റെ ലൈഫ് ഇങ്ങനെ ആയത്, മറ്റേതാണ് മറിച്ചാണ് എന്റെ ഡ്രീം എനിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ എന്നോട് പറഞ്ഞ അതേ സെയിം ഡയലോഗ് അവിടെ. അത് കാണുന്ന ഇക്ക കഴിച്ചൊരാളെ അവസ്ഥ എന്തീകാരം. എന്നിട്ട് ഐ ലവ് യു വന്നിട്ട് കാണാനുള്ള മെസ്സേജും ഞാൻ ഓക്കെ ഞാൻ കണ്ടിട്ട് മിണ്ടാതെ ഇത് ഞാൻ ഒന്നും അടിക്കാനോ കുത്താനോ ഒന്നും ഞാൻ പോരാൻ ഡൽഹി എത്ര വരെ ഗോവയെന്നാണ് ഗോവ കഴിഞ്ഞ പാടത് കണ്ടത്. ഞാൻ അതുവരെ മിണ്ടാതെ എന്റെ ഫ്രണ്ട്സിനെ വിളിച്ച കാര്യം പറഞ്ഞ ട്രെയിനിൽ ടോയ്ലറ്റ് കയറിയിട്ട് ഒരുപാട് കാരണമായിട്ട് ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് കാര്യം പറഞ്ഞു. ഫസ്മിനയുടെ ഒരു റിലേഷനെ കുറിച്ച്, അതായത് ഇവൻ ട്രെയിനിൽ നിന്ന് ഫസ്മിന വേറെ ആർക്കോ മെസ്സേജ് അയച്ചു എന്ന് കണ്ട ഒരു സാധനം, അതായത് ഇവൻ്റെ കഴുത്തിൽ കത്തി വെച്ച്. ബൈ ദ വേ അത് ഭയങ്കര സംഗതിയാണ്. ഫസ്മിന അതിനുള്ള എക്സ്പ്ലനേഷൻ തരും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവൻ്റെ കഴുത്തിൽ ആരോ കത്തി വെച്ച് ഇവനെ ഭീഷണിപ്പെടുത്താൻ ഫസ്മിന ഒരാളെ ഇറക്കി എന്നാണ് ഇവൻ പറയുന്നത്. ഞാൻ അപ്പോഴൊക്കെ ആലോചിക്കുന്നുണ്ട് ഈ സമയത്തൊക്കെ ഇവൻ ഒന്നും പറയുന്നില്ല. ചില മനുഷ്യന്മാർ അതുപോലെയാണ്, ചിലപ്പോൾ പേടിച്ചു പോകും. പക്ഷെ ഇവൻ ഇങ്ങനെയായി പോകുമെന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് പലപ്പോഴായിട്ട്. കത്തി വെച്ചിട്ടുള്ള ഭീഷണി, അതുപോലെ വേറൊരാളായിട്ടുള്ള റിലേഷൻഷിപ്പ്, അതുപോലെ ഇങ്ങനെ എന്താ പറയുക ഇവനെ ഉപദ്രവിക്കുന്നത്, പല രീതിയിലുള്ള സാധനങ്ങളുടെ ഉപയോഗം പറയുന്നു. ഒരാളിത് കേട്ട് കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ പറയാം, ലിറ്ററലി ഞങ്ങളിത് കേട്ട സമയത്ത് ഞാനും പ്രവീൺ ജിത്തുബായും കാറിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ സത്യത്തിൽ ഒരു പോയിന്റിൽ ഞങ്ങൾ വിചാരിച്ചു അയ്യോ ഫസ്മിന് സീനാണല്ലോ, മനസ്സിലായി, ഇവന് കൺവിൻസ് ചെയ്യാനുള്ളൊരു സാധനം ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. കാരണം ആ മിസ്റി ഇവൻ റിലേഷനിലായിരുന്ന ആ റിലേഷൻ കാരണം ഈ ഫസി ഇവനെ പൊക്കിയ മിസ്റി ആ പോയിന്റിൽ ഇത് പറയാനൊക്കെ റെഡി ആയപ്പോഴാണ് അവളെ പറ്റിച്ചു, അല്ലെങ്കിൽ അവിടെ നിന്നാണ് സത്യത്തിൽ എനിക്കിത് ഇവൻ ഇപ്പം പറഞ്ഞ കുറേ സംഗതികളൊക്കെ ആ മിസ്റി എങ്ങനെയാണോ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക അതുപോലെ നമ്മളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി അടിച്ച ആ സാധനങ്ങൾ ആയിക്കൂടെ, അല്ലെങ്കിൽ അവൻ തെളിയിക്കട്ടെ. ഇവിടെ കഴുത്തിലൊരാൾ കത്തി വെച്ച് പേടിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ആരോട് പറഞ്ഞു, ഇവന് പോലീസിനോടെങ്കിലും പറഞ്ഞുകൂടെ ഈ ഐറ്റം എന്ത് ഫസി ആരാണിത്, അധോലോക നായികയോ? കൊച്ചി ടൗണിൻ്റെ അകത്ത് കൂടി ഒരു ഫ്രണ്ടിനെയും വിളിച്ച് ഇവന്റെ കഴുത്തിൽ കത്തിയും വെച്ച് സ്വന്തം ഭർത്താവിനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഫസി ആരാ ഫസി? പിന്നെ ഓൾക്ക് വിട്ടെടുത്ത വീടുണ്ടല്ലോ,
ഓള് ഹോട്ടൽ റൂമിൽ വൈകി വീണിട്ട് ഓള് ഹോസ്പിറ്റലിൽ പോയി. എറണാകുളം മറ്റേ തൃക്കാക്കര ഹോസ്പിറ്റലിൽ പോയതാ. ബ്രോ ഒരു കാര്യം സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ മതി. ബ്രോ ഒരാളായിട്ട് നിക്കായിന് ആ പെൺകുട്ടിയുടെ ഫ്രണ്ട് ബ്രോക്കിന്റെ കാര്യത്തിൽ ഇനി ഓളെ ഉപദ്രവിക്കുന്നത് കത്തി വെച്ചിട്ട് ലാസ്റ്റ് ഇനി ഒരു ബന്ധം ഉണ്ടാവില്ലാന്നിട്ട് വീണ്ടും അവർക്ക് ഞാൻ വന്നിട്ട് കാണാൻ ലവ് യു ആയിട്ട് മെസ്സേജ് അയക്കും. ബ്രോയുടെ അവസ്ഥ എന്തായിക്കാരം? ബ്രോ ഒന്ന് സിമ്പിൾ ആയിട്ട് ആലോചിക്കും, ബ്രോയുടെ അവസ്ഥ എന്തായിക്കാരം? പിന്നെ പെൺകുട്ടികൾക്ക് മെസ്സേജ് അയക്കണ്ടെന്നല്ല ബ്രോ, പെൺകുട്ടികൾക്ക് മെസ്സേജ് അയക്കലുണ്ട്, സത്യമാണ്. മെസ്സേജ് അയക്കാനുള്ള റീസൺ എന്താ അറിയോ? ഇവിടെ വീട്ടിനുള്ളിൽ ഞാൻ പക്കാ ഒരു റൂമിലുള്ള അടച്ചുകൂട്ടിയ മാതിരി എന്നോട് ഇരുത്തല്. നേരത്തിന് ഫുഡും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത്. എനിക്കെപ്പോഴും വേണമെങ്കിൽ ഓളെടുത്തോട്ട് പോവാം. എന്നിട്ട് ഓള് പറഞ്ഞൊക്കെ കേട്ടിക്കൂടെ നിൽക്കുക. ഓളെ വീട്ടുകാര് പൈസ വണ്ടിക്ക് നിൽക്കാൻ വണ്ടി ഗിഫ്റ്റ് മതി, വണ്ടി ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തരും. വണ്ടി എടുത്തരും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോ ഇവിടെ ഉപ്പയും പറഞ്ഞാതാ, നിങ്ങൾക്ക് ഏതാത്ത വണ്ടി വേണം, പുതിയ വണ്ടി വേണോ, ബിസിനസ് എന്തെങ്കിലും ചെയ്യാൻ പൈസ വേണോ, ഇതൊക്കെയാണ് ഇവിടെ വീട്ടുകാർ ചോദിക്കുക. ഇനി ബ്രോക്ക് ഞാൻ പറഞ്ഞ വിശ്വാസം ഇല്ലെങ്കിൽ ഓളെ വീട്ടിലത്തെ ഒരാൾ പറഞ്ഞ ബ്രോക്ക് വിശ്വാസമല്ലേ? ഓളെ ഇത്താത്താനെ കെട്ടിയാളുണ്ട്, ഓളെ സ്വന്തം ഇത്താത്താനെ കെട്ടിയാള്. ഇതിന്റെ സെയിം അവസ്ഥയാണ്. ഞങ്ങൾ കൂടെ 1.5 മാസം 2 മാസം ഉണ്ടായ ആളാണ് ഈ എഡിറ്റർ. ഞങ്ങളെ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്ന ആള്. ആ ചെക്കൻ കിടക്കും കാര്യങ്ങൾ അറിയാം. ആ ചെക്കൻ ഇന്റെ കൂടെ ഉള്ളത് ഇപ്പൊ. കാരണം എന്താ വെച്ചാൽ നമ്മള് സാലറി കൊടുക്കാത്തതുകൊണ്ട് ഇന്റെ അടുത്ത് തന്നെ ഏൽപ്പിച്ച് ഞാനിട്ട് കള്ളം പറഞ്ഞു ഇവിടെ സാലറി കൊടുക്കാത്ത. ഞാൻ ഇന്റെ അടുത്തുള്ള ക്യാഷ് ആയിട്ട് ഞാൻ എവിടെ ഒരു കടം കഴിഞ്ഞ ചെക്കന് സാലറി 5000 രൂപ കൊടുത്തത്. ഫസ്റ്റ് ഇനി 10 രൂപ കൊടുക്കാനാ. പിന്നെ ഈ മെസ്സേജ് അയക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഈ മെസ്സേജ് അയച്ച കുട്ടികളെ ഫസ്റ്റിന്റെ ഫ്രണ്ട്സ് തന്നെയാണ്. ഇവളെ കൊണ്ട് മെസ്സേജ് അയപ്പിക്കും. എനിക്ക് മെസ്സേജ് അയക്കാൻ പറയും. സീക്രട്ട് ഏജന്റിൽ എന്നിട്ട് ഇതിന് സ്ക്രീൻഷോട്ട് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞ മെസ്സേജ് ഞാൻ കണ്ടതാണ്. എന്റെ പെറ്റ് ഉമ്മേന്റെ സത്യം ഞാൻ കണ്ട കാര്യം. അതാ ഞാൻ ചോദിച്ചത്. പിന്നെ ബ്രോക്ക് ഒരു മെസ്സേജ് വന്നില്ലെന്ന് ചോദിച്ചില്ലേ, അത് ഞാൻ അന്ന് കണ്ടതാണ്. സീക്രട്ട് ഏജന്റിന് ഇതിന്റെ സ്ക്രീൻഷോട്ട് എന്നിട്ട് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞ മെസ്സേജ് ഞാൻ കണ്ടതാണ്. ഒരു യൂട്യൂബിൽ വീഡിയോ എടുത്തിട്ടില്ല നീ പൊന്നാ ബ്രോ. ഓളെ വീട്ടിലെ നിനക്ക് ഫുഡ് അവിടെ പോയി എടുക്കാൻ പറ്റത്തില്ല, കിച്ചണിൽ പോയി എടുക്കാൻ പറ്റത്തില്ല. യൂട്യൂബിൽ വീഡിയോ എടുത്തിട്ടില്ല നീ ഫുഡ് ഉണ്ടാവില്ല, ഒരു സ്ലാങ് ഉണ്ടാവില്ല. ഭയങ്കര പ്രശ്നം. ആ എഡിറ്ററിന് അറിയാം. എഡിറ്റർ ഞങ്ങൾ കൂടെ വീട്ടിൽ താമസിക്കുന്ന ആളാ. വീഡിയോയിൽ കാണുന്ന മാതിരി ഒന്നല്ല ബ്രോ റിയൽ ലൈഫ്. ഞാൻ ഉള്ള കാര്യം പറയാലോ, ഞാൻ ചെയ്ത് വെക്കാൻ അംഗീകരിക്കട്ടെ. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഓളെ വീട്ടിനോട് അടുത്ത് കടയിൽ സിഗരറ്റ് വാങ്ങാൻ പോയ ടീമില് എനിക്ക് പ്രാന്തുണ്ട് ഓളെ കിട്ടാൻ. ഓളെ വീട്ടിൽ ഒരു ക്രിസ്ത്യൻ ചെക്കനെ ഓളെ കൂടെ ഫണ്ട് പിടിച്ചാണ്. അത് കഴിഞ്ഞിട്ട് വേറെ ആയിട്ട് എൻഗേജ്മെന്റ് ഉറപ്പിച്ച്, അത് കഴിഞ്ഞ ശേഷം വേറെ ചെക്കനായിട്ട് പ്രണയം ഉണ്ടായി. പിന്നെ അതിന്റെ ശേഷമാണ് തൊപ്പിനായിട്ട്. ഇതൊക്കെ അതിന്റെ ശേഷം അറിയുന്നത്. ഓക്കെ, അടുത്ത വലിയൊരു ഇമ്പോർട്ടൻറ്റ് ചങ്ങായി ഇവരുടെ ഒപ്പം ഉള്ള എഡിറ്റർ. ഈ എഡിറ്ററിന് എല്ലാ കാര്യവും അറിയാം. അതേമാതിരി ഫസീൻ്റെ പെങ്ങടെ അല്ലെങ്കിൽ ചേച്ചിയുടെ ഭർത്താവിന് ഓക്കെ എല്ലാ കാര്യങ്ങളും അറിയാം. അവരെല്ലാം പറയാൻ റെഡിയാണ്. അവനും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസീയുടെ പെങ്ങളെ ഭർത്താവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ അവരുടെ വീട്ടിൽ പോയ സമയത്ത് അവൻ ഇവനോട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അനുഭവിച്ചത്. കാരണം അവരുടെ വീട്ടിൽ മൊത്തം ഇങ്ങനത്തെ സെറ്റപ്പാണ്. ആണുങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കുന്ന പരിപാടി. അതായത് ഭയങ്കര കഷ്ടപ്പെട്ട് അവരെ ചില എന്താ പറയുക പിടിച്ചു വെച്ചു എന്നൊക്കെയുള്ള സ്കീം നമ്മൾ സിനിമയിലൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ഐറ്റം. കടയിൽ പോയ സമയത്ത് നീ അല്ലാതെ ഇവിടെ വരൂ, ഇവർക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെക്കൻ. നിങ്ങളിപ്പോൾ കേട്ടല്ലോ വോയിസിന്. അതായത് കം ഔട്ട് ആൻഡ് ഔട്ട് ഇവനെ വിളിച്ച് സംസാരിക്കുന്നവർക്കൊക്കെ ഫസീഡ് ഈ ഒരു സൈഡാണ് ഇവൻ പറയുന്നത്. അല്ലെങ്കിൽ ഇവൻ പറയുന്നൊരു സൈഡ് എന്താ വെച്ചെങ്കിൽ ഇവൻ പെട്ടുപോയതാണ്. ഓക്കെ, ഫ്രം ദ ഡേ 1 ഇവരെ ക്യൂൻസ് മാർക്കിൽ നിന്ന് കണ്ടുമുട്ടിയത് മുതൽ പെട്ടുപോയൊരു വ്യക്തിയാണ് എന്നും എന്നിട്ട് ഇവൻ അനുഭവിച്ച കാര്യങ്ങളാണ് സത്യത്തിൽ എനിക്ക് ഡൈജസ്റ്റ് ആവാത്ത ഇപ്പോൾ. അതായത് ഇവന് ഓക്കെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, ഭീഷണിപ്പെടുത്തുക, അവിടുന്ന് ഭീഷണി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കത്തി കഴുത്തിൽ വെച്ച ഭീഷണി വരെ ആയി എന്ന് ഇവൻ പറയുന്നുണ്ട്. അതിനുശേഷം വീട്ടിൽ കൊണ്ടുപോയി അവിടെ ഭക്ഷണം കൊടുക്കുന്നില്ല, കത്തി കഴുത്തിൽ വെച്ച ഭീഷണി, പിന്നെ കല്യാണം കഴിക്കാൻ അതിന് മുന്നേ ഭീഷണി. ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഫസി ആരാ? അണ്ടർവേൾഡ് ഡോണിയാ? അപ്പം ഇവൻ ഈ പേരും പറഞ്ഞ അല്ലെങ്കിൽ ഇതേപോലുള്ള സാധനങ്ങൾ പറഞ്ഞിട്ട് ബാക്കി പെൺകുട്ടികളുടെ അടുത്ത് പോയിട്ട് അവരായിട്ട് ചാറ്റ് ചെയ്ത്, ഞാൻ പറഞ്ഞു അതിൻ്റെയൊക്കെ റെക്കോർഡും സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളും ഉണ്ട്. ഫസി ഇനി അത് പുറത്തുവിടുമായിരിക്കും. അവരോട് ഇവൻ ഈ പറയുന്നത് ചിലപ്പോൾ ഈ ഡോൺ പരിപാടികൾ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും ഇവള് ഭയങ്കര സീനാണ്, ടോക്സിക് ആണ്, അല്ലെങ്കിൽ ഓൾക്ക് വല്ല റിലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഓൾ ഇതേമാതിരി എന്തെങ്കിലും അടിച്ചും മരിച്ചും നടക്കുന്ന ഒരാളാന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാം മേ ബി ഇവൻ കൺവിൻസ് ചെയ്യുന്നതും സ്വർണ്ണവും പൈസയും വാങ്ങിയിട്ട് ഇവൻ ഈ പരിപാടി കാണിക്കുന്നത്. ബാംഗ്ലൂർ പോകുന്നു, ബാംഗ്ലൂർ പോകാൻ വേണ്ടിയിട്ട് ഈ മിസറിയിൽ നിന്ന് പൈസ വാങ്ങിയെന്നാണ് പറയുന്നത്. ടിക്കറ്റ് എടുക്കാൻ പൈസ വാങ്ങിയെന്ന് പറയുന്നു. ആൻഡ്രോയിഡ് ഫോൺ മേടിച്ചു കൊടുക്കുമെന്ന് ചോദിക്കുന്നു. കൊള്ളാം. എന്താണെന്നുണ്ടെങ്കിൽ ഇത് ഒരു നടക്കി പോകുമെന്ന് തോന്നുന്നില്ല ഈ വിഷയം. വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ഫസി തന്നെ കംപ്ലീറ്റ് സാധനങ്ങൾ കൊടുത്ത് പുറത്തിടുന്നതാണ് എനിക്ക് തോന്നുന്നത്.